അപ്പോൾ എന്തൊക്കെയാണ് കാമിങ് ടെക്നിക്സ്? ഇനിയിപ്പോൾ നമ്മളൊന്നുമില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് കുട്ടിക്ക് അസ്വസ്ഥത വരുന്നതെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കാം അവൻ്റെ ബ്രീത്ത് ഒന്ന് സ്ലോ ആക്കാനും ബ്രീത്തിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാനും. ഇനിയിപ്പം റിലീജിയസ്ലി നല്ല അലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചാൻഡിങ് ഒക്കെ അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, ഒരു ദേഷ്യം വരുമ്പം അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടുന്ന ഒരു കോർണർ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ വീട്ടിലെ പരിസരത്തായിരിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെ കാമിങ് ആയിട്ടുള്ള ഒരു കോർണർ ഉണ്ടാവും അവരുടെ വീട്ടിലൊക്കെ. ചിലപ്പം അകത്തിരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ കുട്ടിക്ക് പുറമെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ചില ആക്ടിവിറ്റീസ് ഉണ്ടാവും. കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഔട്ട്ഡോർ പ്ലേ ആയിരിക്കാം, അല്ലെങ്കിൽ പെയിന്റിങ് ആയിരിക്കാം, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഇതേപോലത്തുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ മെല്ലെ ഡൈവേർട്ട് ചെയ്യാം. അപ്പം ഇത് അവരോട് മുന്നേ നമുക്ക് പറയുകയും ചെയ്യാം. വല്ലാതെ ദേഷ്യപ്പെടുകയോ അപ്സെറ്റ് ആവുകയോ ചെയ്യുമ്പം നമുക്ക് അവിടെ പോയാലോ, നമുക്ക് അങ്ങനെ ഒരു സജഷൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്താലോ എന്നൊക്കെ നമുക്ക് സജഷൻസ് കൊടുക്കാം. നെക്സ്റ്റ് ടൈം അവർ അപ്സെറ്റ് ആകുമ്പോൾ അവർ തന്നെ തനിയെ അത് ചെയ്യാൻ തുടങ്ങും. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം.